തിരുവനന്തപുരം പേരൂർക്കട PSNM ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ പരാതിയിലേക്കാണ്. ഈ സ്കൂളിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. അവിടെ ബ്ലാക്ക് ബോർഡോ പ്രൊജക്ടറോ ഇല്ല. അതുപോലെ +1, +2 വിദ്യാർത്ഥികൾക്കായി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിലും ഒരു സൗകര്യവും ഒരുക്കിയിട്ടില്ല എന്നാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പറയുന്നത്. അവർ ഇന്ന് പ്രതിഷേധിക്കുകയും ചെയ്തു. ചില പ്രതികരണങ്ങളിലേക്ക്. അറിയാം, ബോർഡൊക്കെ വെറും പൊട്ടിപ്പൊളിഞ്ഞ ബോർഡ്, പ്രൊജക്ടർ ഒന്നുമില്ല. പ്രൊജക്ടർ ഇല്ലാതെ നമുക്ക് പഠിക്കാൻ പറ്റൂല. അങ്ങനെ പുതിയ ബിൽഡിംഗ് കെട്ടിയിട്ട് ഇവിടെ ഒന്നുമില്ല. ടോയ്ലറ്റിൻ്റെ അവസ്ഥയൊക്കെ വളരെ മോശമാണ്. PTA ഫണ്ട് എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഈ ബിൽഡിംഗ് കെട്ടിയത് PTA ഫണ്ടിലാണ്, അല്ലാതെ വേറൊരു ഫണ്ടും ഇല്ല. നിങ്ങൾക്ക് ബോർഡ് വേണമെങ്കിൽ നിങ്ങൾ കുട്ടികളെ നിന്ന് പിരിച്ച് ബോർഡ് വാങ്ങിച്ച് വെച്ചോ, അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല, പൈസ ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റൂല എന്നാണ് പ്രിൻസിപ്പളും PTA പ്രസിഡന്റും പറയുന്നത്. ഓക്കെ, മീര മനോഹരൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. മീര, വളരെ കൃത്യമായി തന്നെ വിദ്യാർത്ഥികൾ പറയുന്നുണ്ട് തങ്ങൾക്ക് വേണ്ടത് എന്താണെന്നും ആ സ്കൂളിൽ ഇല്ലാത്തത് എന്താണെന്നും. അധ്യാപകരും അധികൃതരും വിദ്യാഭ്യാസ വകുപ്പുമൊക്കെ ഈ വിഷയത്തിൽ, വിദ്യാഭ്യാസ വകുപ്പ് ഇക്കാര്യം അറിഞ്ഞിട്ടുണ്ടോ? അധ്യാപകരുടെയും PTA ഒക്കെ പ്രതികരണം എന്താണ് ഈ വിഷയത്തിൽ? തീർച്ചയായും കുറച്ച് ദിവസങ്ങളായി തന്നെ ഈ സ്കൂളിൽ ഈ ഒരു അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്ന വിഷയത്തിൽ പ്രതിഷേധം തുടരുന്നുണ്ട്. 10 ദിവസം മുമ്പ് ഇത്തരത്തിൽ ഈ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പ്രതിഷേധിച്ചതിനെ തുടർന്ന് 10 ദിവസം കൂടി നിങ്ങൾ തരൂ, അതിനുശേഷം ഇതൊക്കെയും നല്ല രീതിയിൽ മാറ്റിത്തരാം എന്നതുൾപ്പെടെയായിരുന്നു സ്കൂൾ അധികൃതർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ അത് കഴിഞ്ഞിട്ടും ഇതേ അവസ്ഥ തുടരുന്നു എന്നുള്ളതാണ്. പ്രധാനമായും 2 കെട്ടിടങ്ങളാണ് ഈ സ്കൂളിന്റെ ഭാഗമായിട്ടുള്ളത്. ആ പഴയ കെട്ടിടത്തിൽ ഈ സ്വിച്ച് ബോർഡ് ഉൾപ്പെടെ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. സ്കൂൾ അധികൃതർ കുട്ടികൾ തന്നെ നശിപ്പിച്ചതാണ് എന്നുള്ളതാണ്. അപ്പോഴും അത് മാറ്റി നൽകേണ്ട ഒരു ഉത്തരവാദിത്വം എന്നതുണ്ടല്ലോ, അത് ചെയ്യുന്നില്ല എന്നതാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒരുപോലെ പറയുന്നത്. മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, ഈ തൊട്ടിപ്പുറത്തെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി പുതിയ കെട്ടിടം കഴിഞ്ഞ മാസമാണ് ഉദ്ഘാടനം ചെയ്തത്. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു അത് ഉദ്ഘാടനം ചെയ്തത്. എന്നാൽ ആ ഒരു കെട്ടിടത്തിലും ഈ സയൻസ് പോലുള്ള വിഷയങ്ങൾ പഠിക്കുന്ന കുട്ടികൾക്ക് ആവശ്യമുള്ള ലാബ് സൗകര്യമോ പ്രൊജക്ടർ സൗകര്യമോ എന്തിന് ബ്ലാക്ക് ബോർഡ് പോലും ഇല്ല എന്നുള്ളതാണ് പറയാനുള്ളത്. അതിൻ്റെ പേരിലാണ് ഈ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഇവിടെ ദിവസങ്ങളായി പ്രതിഷേധിക്കുന്നത്. നാളെയും പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് അവർ അറിയിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള അധികൃതരോട് നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്, ഈ പുതിയ കെട്ടിടത്തിലേക്കുള്ള ഓരോ സൗകര്യങ്ങളായി വരുന്നതേ ഉള്ളൂ എന്നതാണ്. അതായത് അതിൻ്റെ ഫണ്ടുമായി ബന്ധപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അതിൻ്റെ അടുത്ത ഘട്ടത്തിലായിരിക്കും അടുത്ത സൗകര്യങ്ങൾ എത്തുക എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും നിലവിൽ കുട്ടികൾ ഉപയോഗിക്കുന്ന ഈ സ്കൂൾ കെട്ടിടത്തിൽ ആവശ്യങ്ങൾ വേണമെന്നുള്ളത് ഉണ്ടല്ലോ. അതുകൂടാതെ ഈ ശൗചാലയം പോലുള്ള സംവിധാനങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ലൈറ്റ് പോലും ഇല്ലാത്ത അവസ്ഥയാണ് അവിടെ. കുട്ടികൾ തന്നെ പറയുന്നു ഞങ്ങൾക്കത് ഉപയോഗിക്കാൻ പോലും പറ്റുന്നില്ല എന്ന്. ആ ഒരു വിഷയവും ഇവിടെ ദിവസങ്ങളോളമായി പ്രതിഷേധമായി ഉണ്ട് കുട്ടികളും രക്ഷിതാക്കളും. എന്തായാലും ഈ സ്കൂൾ അധികൃതർ പഴയ കെട്ടിടത്തിന് മാറ്റുന്നു, അതായത് അത് നിർമ്മിക്കുന്ന കുട്ടികൾക്ക് ഉപയോഗിക്കാൻ തരത്തിലേക്ക് മാറ്റാനുള്ള അവസ്ഥയിലേക്ക് മാറ്റാൻ പറ്റാത്ത അവസ്ഥ എന്താണ് ചോദിക്കുമ്പോൾ പറയുന്നത്, അതായത് ഇവർക്ക് അതിനുള്ള ഫണ്ട് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. നഗരസഭയുടെ അണ്ടറിൽ വരുന്ന ഒരു സ്കൂളാണിത്, പേരൂർക്കട PSNMH. ആ സ്കൂളിൽ ഇത്തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്ന് പറഞ്ഞിട്ടാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉൾപ്പെടെ പ്രതിഷേധിക്കുന്നത്. എന്തായാലും നാളെയും ഇത്തരത്തിലുള്ള ഈ സൗകര്യങ്ങൾ ഉണ്ടാക്കിത്തരുന്ന ഒരു തീരുമാനമായില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ പുതിയ കെട്ടിടത്തിൽ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ടില്ലെങ്കിൽ പ്രതിഷേധം തുടരും എന്നുള്ളത് തന്നെയാണ് ഇവർ രക്ഷിതാക്കളായാലും കുട്ടികളായാലും നമ്മളോട് പ്രതികരിക്കുന്നത്. തിരുവനന്തപുരം പേരൂർക്കട PSNM ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ല. വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയൊക്കെ പ്രതിഷേധം അവിടെ ഉണ്ടായി. വിവരങ്ങൾ നൽകുകയായിരുന്നു മീര മനോഹരൻ. പ്രിയപ്പെട്ട